ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുന്ന ഇലക്ട്രോണിന്റെ ഡിസ്കവറിയിലേക്ക് നയിച്ചിട്ടുള്ളത് ഡിസ്ചാർജ് ട്യൂബിൽ ജെ തോംസൺ നടത്തിയ ചില എക്സ്പെരിമെന്റുകളാണ് ഇലക്ട്രോണിന്റെ ഡിസ്കവറിയിലേക്ക് നയിച്ചത്. അങ്ങനെ അതിനുശേഷം അദ്ദേഹം നടത്തിയ ഡിസ്ചാർജ് ട്യൂബിൽ നടത്തിയ അല്ലെങ്കിൽ കാഥോഡ് റേ ട്യൂബ് മോഡിഫൈഡ് കാഥോഡ് റേ ട്യൂബിൽ നടത്തിയ എക്സ്പെരിമെന്റിലൂടെയാണ് അദ്ദേഹം ഇലക്ട്രോണിന്റെ E/M റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പരിചയപ്പെടാനുള്ളത് ഹൗ ജെ തോംസൺ കാൽക്കുലേറ്റഡ് ദി E/M ratio of electron through the J. Thomson's experiment. For calculating E/M ratio, or J. Thomson's measured the E/M ratio by using the cathode ray tube and applying electric and magnetic field perpendicular to each other and perpendicular to the path of the electron. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു ഔട്ട്ലൈൻ ആണ് പറഞ്ഞത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പെരിമെന്റ് കണ്ടുകൊണ്ട് നമുക്ക് അത് മനസ്സിലാക്കാം. ജെ തോംസന്റെ എക്സ്പെരിമെന്റിന്റെ E/M റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെന്റിന്റെ ഒരു സെറ്റപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോയിൽ അല്ലെങ്കിൽ പിക്ചറിൽ ഒരു ഗ്ലാസ് ട്യൂബ് ഉണ്ട്, ഡിസ്ചാർജ് ട്യൂബിന്റെ ഒരു പ്രത്യേകത, ഇതിന്റെ റൈറ്റ് സൈഡ് ഒരു സ്ക്രീനാണ്. ഇവിടെയാണ് നമ്മൾ ABC എന്നുള്ള ഭാഗങ്ങളൊക്കെ കാണുന്നത്. അവിടെ കാഥോഡിൽ നിന്ന് കാഥോഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. വലതു ഭാഗത്തുള്ള സ്ക്രീനിൽ അത് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ട് കാണാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇടത് ഭാഗത്ത് ഏറ്റവും ഇടത്തെ അറ്റത്തുള്ളതാണ് കാഥോഡ്. അതിന് തൊട്ട് മുന്നിലായിട്ട് ഗ്ലാസിനുള്ളിലുള്ളതാണ് ആനോഡ്. ആനോഡിന് ചെറിയൊരു ഹോളുണ്ട്. അതിലൂടെയാണ് കാഥോഡ് റേ ട്രാവൽ ചെയ്തിട്ട് ആ റൈറ്റ് എൻഡിലുള്ള സ്ക്രീനിൽ സിങ്ക് സൾഫൈഡ് പോലുള്ള ഫ്ലൂറസൻ മെറ്റീരിയൽ കോട്ട് ചെയ്തിട്ടുള്ള സ്ക്രീനിൽ ചെന്ന് സ്ട്രൈക്ക് ചെയ്യും. അതിന്റെ പാത്തിൽ വേറെ രണ്ട് കാര്യങ്ങളും കൂടി കാണുന്നുണ്ടാകും. മുകളിലും താഴെയായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ്, ഒരു പോസിറ്റീവ് പ്ലേറ്റും നെഗറ്റീവ് പ്ലേറ്റും കൊടുത്തിട്ടുണ്ട്. മുകളിൽ പോസിറ്റീവ് പ്ലേറ്റ് ആണ്, താഴെ നെഗറ്റീവ് പ്ലേറ്റ് ആണ്. അത് ഈ കാഥോഡ് റേയുടെ പാത്തിന് പെർപെൻഡിക്കുലർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് തന്നെയാണ് ഒരു മാഗ്നറ്റിക് ഫീൽഡും, ഒരു ഇടത് ഭാഗത്ത് ഒരു നോർത്ത് പോളും വലത് ഭാഗത്ത് ഒരു സൗത്ത് പോളും ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ കാണിച്ചിട്ടുള്ളതാണ് ജെ തോംസന്റെ E/M റേഷ്യോ കാണാനുള്ള എക്സ്പെരിമെന്റിന്റെ സെറ്റപ്പ്. അതിന്റെ എക്സ്പെരിമെന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഈ എക്സ്പെരിമെന്റിൽ നമുക്ക് കാണാം, നേരത്തെ പറഞ്ഞതിന്റെ മറ്റൊരു വേർഷനാണ്, മറ്റൊരു തരത്തിലുള്ള സെയിം കാഥോഡ് റേ ട്യൂബ് തന്നെയാണ്. ഇവിടെ നോക്കുക, കാഥോഡ് എഴുതി കാണിച്ചിട്ടുണ്ട്. കാഥോഡിൽ നിന്ന് കാഥോഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആനോഡിനുള്ളിലുള്ള ചെറിയ ഹോളിലൂടെ അത് നേരെ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ സ്ട്രൈക്ക് ചെയ്യുന്നു. ആ ഫ്ലൂറസെന്റ് സ്ക്രീനിൽ ഒരു മിഡിൽ പോയിന്റിലാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. മുകളിൽ നിന്നും താഴെന്നായിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തു. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്, കാഥോഡ് റേയുടെ പാത്തിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പൊ അത് ഡിഫ്ലക്ട് ചെയ്യും. ഇനി അടുത്തത് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ, നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ പാത്തിനും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, നേരത്തെ ഉണ്ടായതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടാവും. ഇനി ആ ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷന്, അതേപോലെ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്, ഇത് വെച്ചിട്ടാണ് ജെ തോംസൺ എന്നുള്ള സയന്റിസ്റ്റ് E/M റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തത്. അതിന്റെ വാല്യൂ, ചാർജ് ടു മാസ് റേഷ്യോ E/M കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു ഇക്വേഷൻ വെച്ചാണ്. നമുക്ക് ഇക്വേഷൻ ഒന്നും ആവശ്യമില്ല. ഇവിടെ ആംഗിൾ ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഒക്കെ ഉണ്ട്. ഇത് വെച്ച് അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തത് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ഈസ്
1.76 into 10 raised to 8 കൂളം പെർ ഗ്രാം എന്നുള്ളതാണ്. അത് കിലോഗ്രാമിലാണെങ്കിൽ 1.76 into 10 raised to 11 കൂളം പെർ കിലോഗ്രാം ആയിരിക്കും അതിന്റെ വാല്യൂ. ഇതാണ് എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റിലൂടെയാണ് ചാർജ് ടു മാസ് റേഷ്യോ ഓഫ് ഇലക്ട്രോൺ, E/m റേഷ്യോ ഓഫ് ഇലക്ട്രോൺ ജെ തോംസൺ കണ്ടെത്തിയത്. എക്സ്പെരിമെന്റിന്റെ വീഡിയോ നമ്മൾ കണ്ടു. ഇനി അതിന്റെ തോംസൺസ് എക്സ്പെരിമെന്റിന്റെ ഒരു നരേഷനാണ്. ജസ്റ്റ് എന്താണ് ചെയ്തത് എന്നുള്ളത് നമ്മൾ വേർഡിങ്സിൽ ഒന്ന് കാണിക്കുകയാണ്. എ നാരോ ബീം ഓഫ് കാഥോഡ് റേ ഈസ് ജനറേറ്റഡ് ബൈ ഇലക്ട്രിക് ഡിസ്ചാർജ് ദാറ്റ് വിൽ പ്രൊഡ്യൂസ് എ ഫ്ലൂറസൻസ്. നമ്മളൊരു കാനോഡിലെ ചെറിയൊരു ഹോളിലൂടെയാണ് പാസ് ചെയ്ത്, അപ്പൊ അപ്പുറത്ത് ഒരു നാരോ ബീം ആയിട്ടാണ് ചെന്ന് സ്ട്രൈക്ക് ചെയ്യുക. അപ്പൊ സ്ക്രീനിൽ ഫ്ലൂറസൻസ് നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം അപ്ലൈ ഇലക്ട്രിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ബീം ഓഫ് റേ, ദെൻ ദി റേ വിൽ റിഫ്ലക്റ്റഡ് ടുവേർഡ്സ് പോസിറ്റീവ് പ്ലേറ്റ്. അപ്പൊ അവിടെ നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യാണ്. അത് റേയുടെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ പോസിറ്റീവ് പ്ലേറ്റിലേക്ക് ഇത് ഡിഫ്ലക്ട് ചെയ്യും. റിഫ്ലക്ട് ചെയ്യല്ല, ഡിഫ്ലക്ട് ചെയ്യും. ദെൻ അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്ലൈ മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ടു ദി ഇലക്ട്രിക് ഫീൽഡ്, ദെൻ ദി റേ വിൽ ഡിഫ്ലക്ട് ഇൻ ടു ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ റേയുടെ ഡയറക്ഷനും നേരത്തെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിന്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഏത് ഡയറക്ഷനിലേക്കാണോ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത സമയത്ത് ഡിഫ്ലക്ഷൻ ഉണ്ടായത്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ ഉണ്ടാവുക. ദി സ്ട്രെങ്ത് ഓഫ് ടു ഫീൽഡ്സ് ആർ സോ അഡ്ജസ്റ്റഡ് ടു സ്ട്രൈക്ക് ദ ബീം അറ്റ് ഒറിജിനൽ പൊസിഷൻ. നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലും മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഇനി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒന്നിച്ച് അപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന്റെ രണ്ടിന്റെയും സ്ട്രെങ്ത് നമ്മൾ വെരിഫൈ ചെയ്തിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് രണ്ടിന്റെയും സ്ട്രെങ്ത്, ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ കാഥോഡ് റേ ബീം ഈ ഒരു രണ്ട് ഫീൽഡും ഇല്ലാത്ത സമയത്ത് എവിടെയാണോ സ്ട്രൈക്ക് ചെയ്ത് ആ പൊസിഷൻ, അതാണ് ഒറിജിനൽ പൊസിഷൻ എന്ന് പറഞ്ഞത്. ദി പൊസിഷൻ ഓഫ് സ്ട്രൈക്കിംഗ് ഓഫ് കാഥോഡ് റേ വിത്തൗട്ട് അപ്ലൈയിങ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഇസ് ദി ഒറിജിനൽ പൊസിഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത്തും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ഒറിജിനൽ പൊസിഷനിൽ ഈ രണ്ട് ഫീൽഡും ഇല്ലാത്ത സമയത്ത് എവിടെയാണോ കാഥോഡ് റേ അന്ന് സ്ട്രൈക്ക് ചെയ്ത് അവിടെ സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അഡ്ജസ്റ്റ് ചെയ്തു. ഫ്രം ദി സ്ട്രെങ്ത് ഓഫ് ദി ടു ഫീൽഡ്സ്, ഇലക്ട്രിക് ഫീൽഡിന്റെയും മാഗ്നറ്റിക് ഫീൽഡിന്റെയും സ്ട്രെങ്ത്തിൽ നിന്നാണ് നമ്മൾ E/m ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഇതിന്റെ വാല്യൂ E/m equal to 1.76 into 10 raised to 11 coulomb per kilogram or 1.76 into 10 raised to 8 coulombs per gram. നമ്മൾ എക്സ്പെരിമെന്റ് കണ്ടു. അതിന് ശേഷം ഈ ഒരു നരേഷനും കൂടി നമ്മൾ കാണിക്കാനുള്ള കാരണം എക്സാമിന് എഴുതുമ്പോൾ നമുക്ക് നരേഷൻ എങ്ങനെ എഴുതണം, 3-4 സ്റ്റെപ്പിലുള്ള നരേഷൻ എങ്ങനെ എഴുതണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്.